നമ്മുടെ ചുറ്റിനുമുണ്ട്. ഈ സനാതനധർമ്മത്തെ കുഴിച്ചു മൂടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പണിയെടുക്കുന്നവർ ധാരാളമുണ്ട്. ഈ സനാതനധർമ്മം ആണ് ലോകത്തിന് ശാപം എന്ന് ശപിച്ചുകൊണ്ടിരിക്കുന്നവർ ധാരാളമുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടു. ഇനി ആരിത് സംരക്ഷിക്കും? സനാതനധർമ്മത്തെ ആര് രക്ഷിക്കും എന്ന് നോക്കുമ്പം ഇതാ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഈ മണ്ണിലേക്ക് ഒഴുകിയെത്തുകയല്ലേ. ആരും വരില്ല. പത്രങ്ങളിൽ വന്നില്ലേ, ഇത് വടക്കേ ഇന്ത്യയിലെ കൗ ബെൽറ്റിന്റെ പശുവിനെ ആരാധിക്കുന്നവരുടെ ഒരു ഏർപ്പാടാണ് കുംഭമേള. ഇവിടേക്ക് കെട്ടിയെഴുന്നള്ളിച്ചാൽ ആരും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞില്ലേ, കളിയാക്കിയില്ലേ. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം നിങ്ങളിവിടെ ഇന്നലെയുള്ളവരുണ്ടല്ലോ, എത്ര ലക്ഷം ആൾക്കാരായി ഈ മണ്ണിലേക്ക് ഒഴുകുന്നത്. സനാതനധർമ്മം കെട്ടുപോകും എന്ന് തോന്നുമ്പോൾ അവിടെ നിന്ന് മുള പൊട്ടി പടർന്നു പന്തലിച്ച് വരുന്ന ആ സനാതനധർമ്മത്തെ നിലനിർത്തുന്ന വടവൃക്ഷങ്ങൾ ഒന്നല്ല, ഒരനേകായിരം വടവൃക്ഷങ്ങൾ ഓരോ കാലങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും. യൂറോപ്യന്മാർ നമ്മുടെ നാട്ടിൽ വന്ന് മുഴുവൻ ഭാരതീയരെയും മുച്ചൂടും മുടിച്ചിനി നമ്മളില്ല, നമ്മളല്ലാതെയായി മാറി എന്ന് വിചാരിച്ച് നമ്മൾ തല കുമ്പിട്ട് നേരെ നോക്കാൻ ആത്മവിശ്വാസമില്ലാതെ തകർന്ന് ജീവിച്ചിരുന്ന കാലത്താണ് അപ്രതീക്ഷിതമായി ഒരു കാവിധാരി ഇവിടെ നിന്ന് ആരോ തള്ളിവിട്ടെന്നതുപോലെ, ആരോ തള്ളിവിട്ടു. പോകാൻ തീരുമാനിച്ചിരുന്നില്ല, പോകാൻ ആദ്യം തീരുമാനിച്ചു, വേണ്ടെന്ന് വെച്ചു, പിരിച്ച പണം തിരിച്ചു കൊടുപ്പിച്ചു. അങ്ങനെയൊക്കെ ആ പ്രവർത്തനം, അങ്ങനെ ഒരു യാത്രയേ ഇല്ല എന്ന് വിചാരിച്ച വേളയിൽ ഒരു മഹാഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം പോവുകയും നമ്മൾ കേട്ടല്ലോ, 1893 സെപ്റ്റംബർ 11 ഒരു വലിയ ബോംബ് സ്ഫോടനം, ഒരു വലിയ ആറ്റം ബോംബ് സ്ഫോടനം ചിക്കാഗോയിൽ ഉണ്ടായത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ബോംബ് സ്ഫോടനത്തെ കഴിഞ്ഞ് തിരിച്ചു വന്ന വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്, അവിടെ ആർക്കോ വേണ്ടിയാണ് ഈ മഹാസഭ കൂടിയത്, പക്ഷേ അവരറിഞ്ഞില്ല ഇതെനിക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ് ഈ സഭ എന്ന് പറഞ്ഞാൽ സനാതനധർമ്മത്തിന് വേണ്ടിയാണ് ഈ സഭ കൂടിയത് എന്ന് അവർക്കറിയില്ലായിരുന്നു, എനിക്കറിയാമായിരുന്നു എന്നാ പറഞ്ഞത്. ആ സനാതനധർമ്മം കെട്ടുപോകും എന്ന് വിചാരിച്ചപ്പോൾ ഇതാ വീണ്ടും വന്നിരിക്കുന്നു. പിന്നീടും ആക്ഷേപങ്ങൾ അവിടെ അവസാനിച്ചില്ലല്ലോ. ആ വിവേകാനന്ദ സ്വാമികളെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി അമേരിക്കയിൽ വെച്ച്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ കേട്ടിട്ടില്ല. വിവേകാനന്ദ സ്വാമികൾ മഹാനാണ്, വലിയ ആളാണ്, ലോകം കീഴടക്കി. അവിടെ വെച്ച് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചതാണ്. ഗുരുനാഥൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട്, ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോന്ന, അല്ലെങ്കിൽ നമുക്കിവിടെ പ്രസംഗിക്കാനും പറയാനും ഉണ്ടാകുമായിരുന്നില്ല വിവേകാനന്ദ സ്വാമികൾ. അത് കഴിഞ്ഞ് വീണ്ടും തകർന്നു. പിന്നീട് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ അടിമയാക്കി വെക്കുന്നതാണ്, സനാതനധർമ്മം എന്ന് പറഞ്ഞെന്നാൽ പിന്നെ ജാതിയാണ്, സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ നാട്ടിൽ എന്തോരെ ആക്ഷേപങ്ങൾ, ആക്രമണങ്ങൾ ഒക്കെ ഉണ്ടാവുന്നു. നമ്മൾ അവരെ നോക്കി പുഞ്ചിരിക്കണം, നന്നായി ചിരിക്കണം നിങ്ങൾ നാട്ടിൽ പോയിട്ട്. എന്നിട്ട് പറയണം, സനാതനധർമ്മം ഇതാ ഇവിടെ ഉണ്ട്. ഈ പുണ്യഭൂമിയിൽ നിന്ന്, ഈ നിളാതീരത്ത് നിന്ന് ഏറ്റുവാങ്ങിയ കെടാത്ത ഒരു അഗ്നി എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് പറഞ്ഞ ആ അഗ്നിയുടെ പ്രകാശം പരത്താൻ നമ്മൾ തിരിച്ചു ചെല്ലുന്ന നാട്ടിൽ, ഗ്രാമത്തിൽ, ആ വീടുകളിൽ, കുടുംബങ്ങളിൽ സനാതനധർമ്മത്തിൻ്റെ ആ പ്രകാശം പരത്തുവാനുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്. വെറുതെ ആവരുത്. അങ്ങനെ പോകുമ്പോൾ മറ്റൊന്നുകൂടി കരുതണം. ആ സനാതനധർമ്മം കെട്ടുപോകും എന്ന് വിചാരിച്ചപ്പോൾ ഇതാ നമ്മുടെ നാട്ടിൽ സനാതനധർമ്മം തന്നെയാണ് രക്ഷ എന്ന് പറഞ്ഞ് കുറച്ചു കാലം മുൻപ്, ഒരു 1.5 നൂറ്റാണ്ട് മുൻപ് മറ്റൊരാൾ വന്നു, ഗുരുദേവൻ വന്നു. ഗുരുദേവൻ ഒരു സമുദ്രതീരത്ത്, ഒരു നദീതീരത്തായിരുന്നു അദ്ദേഹം മഹാവിപ്ലവം സൃഷ്ടിച്ചത്. ശ്രീനാരായണ ഗുരുദേവൻ അല്ലേ, അരുവിപ്പുറത്ത് ഒരു നദിയുടെ തീരത്താണ് മഹാവിപ്ലവം സൃഷ്ടിച്ചത്. പക്ഷേ ആ അരുവിയുടെ തീരത്ത് നിന്ന് ആ സനാതനധർമ്മം മെല്ലെ പ്രയാണം ചെയ്ത് അതൊരു സമുദ്രതീരത്തിലേക്ക് എത്തുകയും സമുദ്രതീരത്ത് നിന്ന് അത് കടൽ കടന്ന് ലോകം മുഴുവൻ 7 ഭൂഖണ്ഡങ്ങളിലും പോയി, സർവ്വലോകങ്ങളിലും പോയി സനാതനധർമ്മത്തിൻ്റെ കുളിർമ, ഈ ശാന്തത അനുഭവിക്കുന്ന, മാതൃത്വത്തിൻ്റെ കുളിർമ പകർന്നു നൽകുന്ന സനാതനധർമ്മത്തിൻ്റെ ആ മഹാഗുരുവിനെ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ഇവിടെ കയറിയിരിക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നല്ല പൊരി വെയിൽ, ചുട്ട മണൽ, പഴുത്ത മണൽ, വിശപ്പുണ്ടായിട്ടും പോകാതെ ഇവിടെ കുത്തിയിരിക്കുന്നു. പക്ഷെ ഞാൻ ആലോചിച്ച കാര്യം, എന്നിട്ടും പോകാതിരിക്കാൻ കാരണം എന്താ? ഒരു പന്തലുമില്ലാതെ സുന്ദരമായ ഈ ഇവിടെ ചൂടില്ലല്ലോ.
നല്ല സുന്ദരമായ തണല്, ഒരു കുളിർമ ഇതിനടിയിലുള്ളപ്പോൾ, ഒരു വടവൃക്ഷത്തിൻ്റെ അടിയിലിരിക്കുമ്പോൾ ഒരു കുളിർമയുണ്ടെങ്കിൽ ലോകം മുഴുവൻ കുളിർമ പകർന്നു നൽകാൻ കഴിയുന്ന മാതൃത്വത്തിൻ്റെ വിശാലമായ തണൽ ഈ മുഴുവൻ ലോകത്തിൻ്റെ മേലെയും പടർന്നു നിൽക്കാൻ ഒരമ്മയുണ്ടെങ്കിൽ പിന്നെ അവിടെ വെണ്ണീറാകുമോ? അവിടെ വെണ്ണീറാകാൻ ഒന്നും ഉണ്ടാവില്ല. അമ്മ വെണ്ണീറാക്കുന്നവരല്ലല്ലോ അമ്മ എന്ന് പറയുന്നത്. അമ്മ സാന്ത്വനമാണ്, അമ്മ സ്നേഹമാണ്. ഇവിടെ പറഞ്ഞല്ലോ, ഞാനും ഒരു അമ്മയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതൊരു അമ്മത്വം, മാതൃത്വം എന്ന് പറഞ്ഞെന്നാൽ നമ്മൾ കുടുംബത്തിൻ്റെ മഹിമയെക്കുറിച്ച് പറയുന്നു. കുടുംബം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? 10 ആൾ ഒന്നിച്ചൊരു വീട്ടിൽ താമസിച്ച കുടുംബമാവുമോ? 4 സ്ത്രീകളും 6 പുരുഷന്മാരും ഒന്നിച്ച് താമസിച്ച കുടുംബമാവുമോ? കുട്ടികളെ കൊണ്ട് താമസിപ്പിച്ചാൽ കുടുംബമാകണമെങ്കിൽ ആദ്യം അവിടെ അമ്മ വേണം. അമ്മയിൽ നിന്നാണ് കുടുംബം ഉണ്ടാവുന്നത്, അമ്മയിൽ നിന്നാണ് സാഹോദര്യം ഉണ്ടാവുന്നത്, അമ്മയിൽ നിന്നാണ് വിശ്വം ജനിക്കുന്നത്. ജനനി, വിശ്വജനനി എന്ന് വിളിക്കുന്നത് എന്തിനാണ്? എന്തുകൊണ്ടാണ് നമ്മൾ ഭാരത മാതാവെന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഭൂമാതാവെന്ന് വിളിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ കരുതേണ്ടത് ഈ മാതൃത്വമാണ്. 2 കാര്യം കരുതിക്കൊള്ളുക. ഒന്ന്, വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് സനാതന ധർമ്മം, അതിനെ അദ്ദേഹം മതം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഇന്ന് മതം എന്ന് പറയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മതത്തിൻ്റെ കൈപ്പിടിയിൽ തൂക്കിക്കൊടുത്തുകൊള്ളുക, ഭാരതം സ്വീകരിക്കും. ഈ സാക്ഷര കേരളം, പുരോഗമന കേരളം, യുക്തിവാദികളുടെ കേരളം, ശാസ്ത്രജ്ഞരുടെ കേരളം, ഭൗതികവാദത്തിൻ്റെ കേരളം, ഇവിടെയൊന്നും ഇത് വിലപ്പോവില്ല എന്ന് പറഞ്ഞു. ഇതാ മതത്തിൻ്റെ കൈപ്പിടിയിൽ തൂക്കി കുംഭമേള വരികയാണ്. വന്നു ആ കുംഭമേള. ഇന്ന് വടക്കൻ ഭാരത്, ഞാൻ കഴിഞ്ഞ ദിവസം ചാനലിൽ കണ്ടു, ഏതോ ചൈനയിൽ നിന്നോ മറ്റോ വന്ന ഒരു മനുഷ്യൻ ചാനലിൽ, അമൃത ചാനലിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം സംസാരിക്കുകയാണ്. എവിടെ നിന്ന് അറിഞ്ഞു എന്ന് ചോദിച്ചപ്പം ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് കണ്ടു എന്നാണ്. ഇവിടെ കുംഭമേള നടക്കുന്നത് ഇപ്പോൾ ലോകം മുഴുവൻ അറിയുകയാണ്. നാളെ വരും കാലങ്ങളിൽ ഈ മണൽ മുഴുവൻ നിറഞ്ഞ്, ഈ പ്രദേശം മുഴുവൻ നിറഞ്ഞ് സർവ സമ്പ്രദായങ്ങളുടെയും ആചാര്യന്മാർ നിറഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസം ഒന്നിനെതിരല്ല, ഒരു ആചാരം ഒന്നിനെതിരല്ല. സനാതന ധർമ്മത്തിൻ്റെ സവിശേഷത ഏതാണ്? ഒന്നിനെതിരല്ല എന്നുള്ളതാണ്. ഓരോന്നും പരസ്പര പൂരകമാണ്. നമുക്കേത് അച്ചിക്ക് കൊഞ്ചു പക്ഷം, നായർക്ക് ഇഞ്ചി പക്ഷം എന്ന് പറഞ്ഞതുപോലെ അവനവൻ ഇഷ്ടമുള്ളതനുസരിച്ച് സ്വീകരിക്കാൻ കഴിയുന്ന മേളകളുടെ ഒരു മഹാമേളയായി ഈ മണൽപ്പുറം മാറും. പണ്ടിവിടെ നടന്നിരുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു, വിചാര സത്രം. മുമ്പേ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ ഇവിടെ വരും കാലങ്ങളിൽ ഈ മഹാമേളയോട് എല്ലാ സമ്പ്രദായങ്ങളും നിലനിൽക്കുകയും ഒപ്പം തന്നെ എല്ലാ ആചാര്യന്മാരുടെയും സാന്നിധ്യം ഉണ്ടാവുകയും ആ ആചാര്യന്മാരുടെ മുഴുവൻ സത്സംഗങ്ങൾ കേട്ട് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ വിശപ്പ് ശമിപ്പിച്ചു വേണം തിരിച്ചു പോകുവാൻ. നമ്മൾ എന്തോരം പണം ചെലവഴിക്കുന്നു. ഇവിടെ പുസ്തകങ്ങളുണ്ട്. ഈ ചരിത്രത്തെക്കുറിച്ച് പറയുന്ന പുസ്തകങ്ങൾ, സനാതന ധർമ്മത്തെക്കുറിച്ച് പറയുന്ന പുസ്തകങ്ങൾ ഒക്കെയുണ്ട്. അത് വാങ്ങി വായിക്കണം. അതിന് പൈസയില്ല എന്ന് വിചാരിക്കരുത്. പണ്ടൊരു പുസ്തകക്കടയിൽ പോയിട്ട് ഒരു ചെറുപ്പക്കാരൻ, വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്, അയാൾ കേട്ട ഒരു പുസ്തകം ചെന്ന് ചോദിച്ചു, ഇതിനെത്ര ചേട്ടാ വില? അത് 350 രൂപ. പുസ്തകത്തിനൊക്കെ ഇപ്പം എന്തുവാ വില, വായിക്കാനും കൂടെ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ ഒരു അല്പനേരം അവിടെ നിന്നു. കച്ചവടക്കാരൻ, പെട്ടിക്കടക്കാരൻ അവനെ ആപാദചൂടെ ഒന്ന് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ അവൻ്റെ കാല് നല്ല 1-ാം തരം ക്യാൻവാസ് ഷൂ. മോനെ, ഇതിനെത്ര വില? അത് 2500 രൂപ. അല്ല, ഒരു വർഷം കഷ്ടിച്ച് നിന്റെ കാലേ കയറ്റാനുള്ള സാധനത്തിന് നിനക്ക് 2500 രൂപ കൊടുക്കാം. ജീവിതകാലം മുഴുവൻ നിന്റെ തലേ കയറ്റാനുള്ള സാധനത്തിന് 350 രൂപ പറ്റില്ല. തലയിൽ കയറ്റുന്ന അത് സാധിക്കണം. നമ്മുടെ ഹൃദയം നിറച്ച് ശരീരം നിറച്ചാലും വീണ്ടും നിറയ്ക്കേണ്ടി വരും. പക്ഷേ മനസ്സ് നിറച്ച്, മനസ്സിൻ്റെ നിറവ്, ബുദ്ധിയുടെ നിറവ്, ആത്മാവിൻ്റെ നിറവ്, ആ 3 നിറവും കൂടിയുള്ളപ്പോഴേ വയറിൻ്റെ നിറയ്ക്കൽ അർത്ഥപൂർണമാവുകയുള്ളൂ.